UGC നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുകളിൽ ഗുരുതര തെറ്റുകൾക്ക് പിന്നാലെ 3 പരീക്ഷകൾ വീണ്ടും നടത്താനുള്ള തീരുമാനത്തിൽ വ്യാപക പ്രതിഷേധം. NDA പിരിച്ചുവിടണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഡൽഹിയിലെ NTA ഓഫീസിലേക്ക് വൈകിട്ട് SFI മാർച്ച് നടത്തും. കേന്ദ്രവും NTAയും നീതിയുക്തമായ പരീക്ഷാ തട്ടിപ്പ് ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ദേശീയ പരീക്ഷ ഏജൻസി ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണെന്നും രാഹുൽ ഗാന്ധിയുടെ എക്സ്പോസ്റ്റിൽ പറയുന്നു. അടിമുടി പിഴവുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് UGC നെറ്റിൽ 3 പരീക്ഷകൾ റദ്ദാക്കേണ്ടി വന്നത്. ഇംഗ്ലീഷ് പരീക്ഷയിൽ 2024 67 ചോദ്യങ്ങൾ ആവർത്തിച്ചു. സോഷ്യോളജി പേപ്പറിൽ ഒട്ടേറെ അക്ഷരത്തെറ്റുകളും ഇതിന്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ട്. ശരത്ലാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ശരത്ത്, തുടരെ വലിയ പിഴവുകൾ ഉണ്ടായിട്ടും NTA നന്നാവുന്ന യാതൊരുവിധ ലക്ഷണങ്ങളുമില്ല. പുനഃപരീക്ഷകളിലടക്കം വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നു. ഈ സംവിധാനം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നതിൽ ഒരു തെളിവ് ഇനി ആവശ്യമില്ല. ഇപ്പോൾ അല്പസമയത്തിനകം മാർച്ച് ഉണ്ടാകുമല്ലോ അല്ലേ SFIയുടെ? അതെ, SFI അടക്കമുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് 3 മണിക്കാണ് NDA ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നത്. ആ മാർച്ച് ഓക്കലയിലുള്ള NDA ആസ്ഥാനത്തേക്കാണ്. രാവിലെ പിന്നെ NSU പ്രതീകാത്മകമായ മാർച്ച് നടത്തിയിരുന്നു. ഇതിലെ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ വിഷയം ശക്തമായി ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു പരീക്ഷ നടത്താനുള്ള ഒരു സംവിധാനം പോലും ഒരുക്കുന്നതിൽ പ്രധാനമന്ത്രി പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അത് പ്രധാനമന്ത്രി കൊണ്ടുവന്ന സിസ്റ്റം ഒരു പരീക്ഷ നടത്താൻ പോലും പറ്റാത്ത സിസ്റ്റമാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തെ പാടെ മാറ്റണമെന്ന ഒരു സൂചനയാണ് രാഹുൽ ഗാന്ധിയുടെ സാമൂഹ്യ പോസ്റ്റിലുള്ളത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിൽ കൂടെ തീരുന്നതല്ല പ്രശ്നം എന്ന് തെളിയിക്കുന്നതാണ് NDAയിലെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ മറ്റൊരു കാര്യം, ഇന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും വളരെ വ്യക്തതയോടെ പറഞ്ഞു NDA പിരിച്ചുവിടണം. എല്ലാം സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള പരീക്ഷകൾ നടത്താനുള്ള ചുമതല സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം. എല്ലാം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കണമെന്ന നരേന്ദ്രമോദിയുടെ വാശിയാണ് ഈ പരീക്ഷാ ക്രമക്കേടുകൾക്ക് പിന്നിലേക്ക് നയിച്ചത് എന്നൊരു വിശകലനവുമാണ് CPM ജനറൽ സെക്രട്ടറി നടത്തുന്നത്. ഇതിന് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇടതുപക്ഷ സംഘടനകൾ SFIയുടെ മാർച്ച് ഇന്നിപ്പോൾ 3 മണിക്ക് NDA ആസ്ഥാനത്തേക്കുണ്ട്. ബാരിക്കേഡ് വെച്ച് മാർച്ച് തടയുമെന്ന് പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർച്ചിന് അനുമതി നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 3 മണിക്കുള്ള മാർച്ച് അത് സംഘർഷഭരിതമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അരുണ്യ, ശരി, NTA ഓഫീസിലേക്കാണ് SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് ശരത്ലാലാണ്.